ഹായ് ഗേസ്, നമസ്കാരം. നമ്മുടെ 6ാമത്തെ വ്ളോഗാണ് ഭീമൻ വ്ളോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാലത്തെ വൈഫായിട്ട് ഇങ്ങനെ നമ്മൾ ശാസ്തമംഗലം ഹോസ്പിറ്റലിലോട്ട് വന്നതാണ്. കാരണം വൈഫിന് വീട്ടിൽ കുറച്ച് പൂച്ചകളുണ്ട്. അതെല്ലാം ഇനി അടുത്ത നമ്മുടെ വ്ളോഗ്സിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പൂച്ചകളൊക്കെ നോക്കിയിട്ട് നോക്കുമ്പോൾ അതിലൊരു പൂച്ച വെച്ച് മാന്തി കൊടുത്തു. അപ്പോൾ അങ്ങനെ വൈഫുമായിട്ട് നമ്മൾ നേരെ ശാസ്ത്ര ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇന്ന് നമ്മളെ ലാസ്റ്റ് ദിവസമാണ്. ഓക്കെ, ഇന്ന് 5ാമത്തെ ഇഞ്ചക്ഷനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വൈഫ് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉള്ളതാണ്. എനിക്കും ഒരിക്കൽ ഇതേപോലെ ഇങ്ങനെ കിട്ടിയായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം നമ്മൾ എന്താ നമ്മുടെ ഈ ചാനലെല്ലാം ഒരുപാട് വരുന്നില്ലേ. നമ്മൾ ഇപ്പം ഇഞ്ചക്ഷൻ എടുത്ത പെറ്റ്സായാൽ കൂടി നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും പൈസ കൊടുത്തെല്ലാം വാങ്ങിക്കാമെന്ന് പറയും. നമ്മൾ നമ്മളെ അമ്മാവിനെയും ജീവനെയല്ല. ഇനി അതിനെ ഒരു കമൻറ്റ് ഇട്ടുകളായില്ല. ഞാൻ പറഞ്ഞത് നമുക്കൊരു ജീവൻ വളരെ വിലയേറിയതാണ്. അപ്പോൾ നമുക്ക് ചെറിയ ഒരു കാര്യങ്ങൾ കൊണ്ട് അതെല്ലാം ഇപ്പോൾ ഒരു മാന്തി. അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ക്ലിയർ ആവില്ലേ. അപ്പം എല്ലാം ചെയ്തത് ഇപ്പം മോളും ഇതുമായിട്ടല്ലേ നല്ലതാണ്. അതെ അതെ. അപ്പോൾ എന്തായാലും അതെ അതെ അതെ. അപ്പോൾ എന്തായാലും വൈഫ് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ശാസ്ത്ര ഹോസ്പിറ്റലിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും കല്യാണം കൊള്ളാമെന്ന് ചോദിക്കും. അതല്ല, നമ്മുടെ ഒരു സുഹൃത്ത് പാർട്ടി നമ്മുടെ മണക്കാട്. അപ്പോൾ പുള്ളിയുടെ കല്യാണം ഒന്ന് പോയി എന്തായാലും നമ്മളതിൽ അറ്റൻഡ് ചെയ്യണം. നമുക്ക് കാലത്ത് നല്ല മഴ, വല്ലാത്തൊരു കാലാവസ്ഥ പെട്ടെന്നാണ്. ഇപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെയാണ് ഇത് കുറച്ച് കടുത്തത് മഴ. നല്ലൊരു കാലാവസ്ഥ. അപ്പോൾ എന്തായാലും വൈഫ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ആ കല്യാണത്തിലോട്ട് പോകാം. ഓക്കെ, ബൈ. നമ്മൾ കോട്ടയ്ക്കകത്ത് എത്തി ഓൾറെഡി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇഞ്ചക്കിലോട്ട് പൊയ്ക്കൊണ്ട് നിൽക്കുകയാണ്. മഴയല്ലേ? മഴയുണ്ട്. കുറച്ച് നേരത്തെ ഡ്രൈവിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഓക്കെ. അങ്ങനെ നമ്മൾ ഇഞ്ചക്കത്ത് ഇവിടെ പണി നടക്കുകയാണ് മൊത്തം പാലത്തിൻ്റെ. അപ്പോൾ ഇതിൽ എങ്ങനെ കറങ്ങിപ്പോവും എന്നുള്ളൊരു അപ്പുറത്ത് പോകണമെന്ന് കൺഫ്യൂഷനാണല്ലോ. ഇല്ല, ഇത് കറങ്ങിപ്പോകണം. ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പാലത്തിൻ്റെ ഇഞ്ചക്ക നമ്മൾ പണി നടക്കുകയാണ്. അപ്പോൾ അത് കറങ്ങി പോകണം. ഇനി അതുവഴി കറങ്ങി വരണം എന്നാണ് തോന്നുന്നത്. കാണാൻ പറ്റുമോ തോന്നുന്നല്ലേ ഇതെല്ലാം ഇവിടെ പണി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുവഴി കറങ്ങി വരാം. ഓക്കെ, അടിപൊളിയല്ലേ? ഇല്ലേ? സൂപ്പറായിട്ട് പോകുന്നുണ്ട് ഹൈവേയിൽ. നല്ല ചെറിയ മഴയും. കാരണം പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു കുഴപ്പമെന്ന് പറയുമോ, നമുക്ക് ഇപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈഞ്ചയ്ക്ക് വന്നിട്ട് അതിന് തൊട്ടപ്പുറത്താണ് ഈ കല്യാണ മണ്ഡപം. ഈ ഈഞ്ചയ്ക്ക് നമ്മൾ വന്നതിൻ്റെ തൊട്ടപ്പുറം. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 100 മീറ്ററേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും ദൂരം ഇതായി കണ്ടില്ലേ ഈ ഹൈവേ കണ്ടത്, ഇത്രയും ദൂരം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 കിലോമീറ്റർ ഇങ്ങനെ റൈഡ് ചെയ്ത് കറങ്ങി തിരിച്ചാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയായിരിക്കും, എന്നാലും നമ്മൾ കണ്ടൊരു കാര്യം പറയുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ആദ്യം വന്ന ഫുഡിൻ്റെ കാര്യമാണ്. ട്രെയിനിൽ നിൽക്കുന്നു. ട്രെയിനിയുടെ വൈകിട്ട് ഓക്കെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വരാം. ഓക്കെ, വൈഫെല്ലാം വിളമ്പിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ. എന്തായാലും എടുത്തൊന്ന് കഴിച്ചു നോക്കാം.
അത് കഴിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഏകദേശം എല്ലാം ഒരുവിധം ക്ലീനാക്കി. അവസാനം ഈ ബിരിയാണിയെല്ലാം കഴിക്കുമ്പോൾ പൈനാപ്പിൾ വളരെ നല്ലതാണ്, അത് ദഹിക്കാൻ വേണ്ടി. ഒരുവിടല്ല, ഒരു പൊടിക്കൈ പറഞ്ഞതാണ്. ഓക്കെ, മേളിലോട്ട് പോകും. ഒരുപാട് വർഷങ്ങളായിട്ട് കാണാത്തവരൊക്കെ നിസാറ് ഫാമിലി കുറേ വർഷങ്ങളായി എല്ലാവരെയും കണ്ടിട്ട്. എന്തായാലും ഇവിടെ വരാൻ വേണ്ടി കാണാൻ പറ്റി. ഓക്കെ, മേളിലോട്ട് പോകും. ഓക്കെ, പണ്ടത്തെ ഒരു കൂട്ടാണ് ഷംനാദ്, കേട്ടൽ സ്റ്റിക്കിൻ്റെ രാജാവ്. അതേപോലെ ഈ കല്യാണത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരെല്ലാം കാണാൻ പറ്റിയാണ്. ഇത് സെയിലയുടെ വൈഫ്, ഷംനാദിൻ്റെ വൈഫ്, എൻ്റെ വൈഫ്. നല്ല തിരക്കാണ്, കാരണം ടൈം ഒരുപാട് ഡിലേ ആയി. അപ്പം കുഞ്ഞുങ്ങളെ വിളിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഫാത്തിയൊക്കെ കണ്ടിട്ട് യാത്രയാവുകയാണ്. എന്തായാലും കല്യാണത്തിൽ പങ്കെടുത്തു, അത് ഗംഭീരമായ എന്താ പറയുക, ഫുഡ് കഴിച്ചു, കല്യാണത്തിൽ പങ്കെടുത്തു, പയ്യനെ കണ്ടു. പക്ഷെ നല്ല തിരക്കാണ്. സമയം അല്പം പള്ളിയിൽ ലേറ്റായി പോയി. എത്തിയപ്പോൾ എന്തായാലും ഫാത്തിയെ കണ്ട് നമ്മൾ തിരിക്കുകയാണ്. ഓക്കെ, ഫാത്തിയുടെ മോളാണ്. ഓക്കെ, വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. അതെ, ശരി. പാർട്ടി ഇതാണ് നിൽക്കുന്നത്. പാർട്ടിയുടെ മോളാണ്. ഓക്കെ ഓക്കെ, പറഞ്ഞോന്നുണ്ടായിരുന്നു. ഞാൻ വൈഫുണ്ട്. ബൈക്ക് ഇറങ്ങിയ കുഞ്ഞുങ്ങളെ വിളിക്കണം, അതുകൊണ്ട് ഇറങ്ങി. പാർട്ടിയിലെ അനിയനാണ്. ഇതെല്ലാം വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യം. നേരത്തെ പറഞ്ഞ പിന്നെ എനിക്കൊന്നൊരു 15-20 വർഷത്തിനാണ്, 20 വർഷം കൊണ്ടുള്ള ബന്ധങ്ങളാണ്. പിന്നെ നിങ്ങളെ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുമായി പിന്നെ ഹായ്. അങ്ങനെ നമ്മൾ കല്യാണത്തിനെല്ലാം പോയിട്ട് വന്നു. ഇനി അടുത്തത് ഇനി നേരെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോവാണ്. അവരെ വിട്ടുകയാണെന്ന് തോന്നുന്നു. ഇന്ന് രണ്ടുപേരും ഉണ്ട്. ഇന്ന് മോന് പരീക്ഷയായിരുന്നു. അപ്പോൾ ഇനി നേരെ അവിടെ പോയിട്ട് വിളിക്കാം. ഓക്കെ, അങ്ങനെ യെസ്, കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വരികയാണ്. മോനും ഉണ്ട്. സ്കൂള് വരുന്നു. മോനെ ഹായ്. ചക്കി ഹായ്. അപ്പോൾ നമുക്കിനി വണ്ടി എടുക്കാം. ഹായ്. നമ്മളെല്ലാവരും കൂടെ തിരിച്ചു സ്കൂളിൽ നിന്നും വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ഒരു ഷോപ്പിലേക്ക് കൊല ഷോർട്ടേജ് ഉണ്ട്. കൊല വാഴക്കൊല, ഏത്തൻ, കപ്പാരശ്ശേരി. അപ്പം അങ്ങനെ നമ്മൾ ഈ വട്ടിയൂർക്കോവിൽ നിന്ന് പോണ വഴി ഇവിടെ ഒരു കടയുണ്ട്, അവിടെ നിന്നാണ് ഇത് എടുക്കുന്നത്. അങ്ങോട്ടോട്ട് പോകണം. മക്കളെ എങ്ങനെയുണ്ട്? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? മുന്നേ
നല്ല എളുപ്പമുണ്ടായിരുന്നു. ചക്കി എങ്ങനെയുണ്ട് ഇന്ന്? കൊള്ളാം. മക്കളെ ഇതെല്ലാം ചെയ്ത് പേഴ്സെല്ലാം ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മക്കളെ? എന്താണ് നമ്മൾ ചെയ്തുകൊണ്ട് പോയത്? സൂപ്പർ മാർക്കറ്റ് ആക്ടിവിറ്റി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മക്കള് ഹാപ്പിയാണോ? ടീച്ചർ ഹാപ്പിയാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? ഓക്കെ, അപ്പം നമ്മളിനി തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. കൊലയെടുത്ത് കടയിൽ കൊടുത്തിട്ട് പിന്നെ അവിടെ വീട്ടിൽ പോകും. ഓക്കെ. ആക്ടിവിറ്റീസ് കഴിഞ്ഞോ? എളുപ്പമായിരുന്നു. ചേട്ടാ ഇപ്പോൾ പുറത്തോട്ട് പോയി കടയിൽ കൊല ഇറക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പോഴത്തേക്ക് കുട്ടികൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടലിൽ വന്നു. ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടി പോകും. എന്താ മോനെ വേണ്ടത്? നെയ് റോസ്റ്റ്. ചട്ടിക്ക് എന്താ വേണ്ടത്? നെയ് റോസ്റ്റ്. അവരെ എടുക്കാമേ. രണ്ടുപേരും കഴിക്കാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. നെയ് റോസ്റ്റ്, ചമ്മന്തി, സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം മോനെ. അപ്പോൾ അവർ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ എല്ലാ കറക്കവും കഴിഞ്ഞ് ഇവിടെ എത്തി. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിളിച്ചപ്പോൾ അവർക്കിങ്ങനെ വന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കണമെന്ന് കണ്ടല്ലോ. അവിടെ കയറി മോന് മസാല ദോശ, നെയ് റോസ്റ്റ്, മോള് നെയ് റോസ്റ്റ്, എല്ലാം വൈഫ് കാപ്പി, ഞാനൊരു ഹോളിൽ കുടിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ഏകദേശം ഒരുവിധം ഉള്ളതെല്ലാം പകലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ എടുത്ത് കാണിച്ചു. കാരണം ഇതെല്ലാം ഒരു ഒറിജിനാലിറ്റി കാണിച്ചില്ല. ഒന്നും നമ്മൾ കട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ മാറ്റിയിട്ടൊന്നുമില്ല. ഇപ്പം ഞാനിപ്പം ചിലരൊരു കൊലയെടുക്കാൻ പോയി എന്തിനാണ് മറ്റേ ഇങ്ങനെയൊക്കെ അല്ലേ എന്തെന്ന് അറിയാമോ, അതെല്ലാം നമ്മളൊരു ഒറിജിനാലിറ്റി ആയിട്ട് ഞാൻ പറയില്ല. നമ്മുടെ ആ ഉണ്ടാവുന്ന ആ കുറച്ച് പകലുണ്ടാകുന്ന കുറച്ച് നല്ല കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്.
പിന്നെ കല്യാണത്തിന് പോയി ഒരുപാട് പേര് കാണാൻ പറ്റി. കാരണം കുറേ വർഷങ്ങളായി അങ്ങനെ ഒരു ഒത്തൊരുമയായിട്ടെല്ലാം ഒരുമിച്ച് നമ്മളെല്ലാവരും കണ്ടിട്ട്. ഓക്കെ, എനിവേ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് കാണുക, ഇതിൻ്റെ അഭിപ്രായം പറയുക, കമൻ്റ് ഇടുക. അതാണ് അഭിപ്രായം. അപ്പോൾ എങ്കിലും നമുക്ക് ഇതിനൊരു എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ ഇടുന്നതിന് മുമ്പ് നല്ല വ്യൂസ് വരുന്നുണ്ട്. അപ്പം നിങ്ങളത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രം Demon Vlogs.